ഇവിടെ വന്നപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഫീൽ ചെയ്തത് വളരെ കാമായിട്ടുള്ളൊരു ഏരിയ ആണ്. അതുമാത്രമല്ല നന്നായിട്ട് കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ തണുപ്പ് എപ്പോഴും അതേപോലെ തന്നെ കിട്ടുള്ളൂ. ഇതിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നേരെ താഴെയായിട്ടാണ് കിച്ചൺ വരുന്നത്. നിങ്ങൾ ചെറിയ ടീ കോഫി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് റൂമൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ആദ്യം വരുന്നത് ഇവിടുത്തെ ഈ ഒരു ചെറിയൊരു ഹാളിലേക്കാണ്. ഹാളിലേക്ക് വരുന്ന സമയത്ത് തന്നെ അവർ കൊടുത്തിട്ടുള്ള ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു സോഫയും അതേപോലെ തന്നെ ഒരു മിനി ടേബിൾ, പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ടി വി, അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും വൈഫൈ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ചെറിയൊരു വാഷ് സ്പേസും കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് ആദ്യത്തെ റൂമൊന്ന് കണ്ടിട്ട് വരാം. ആദ്യത്തെ റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. 2 പേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഈ റൂമിൽ സ്റ്റേ ചെയ്യാം. 3ാമത് ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ബെഡും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബെഡിൻ്റെ മേക്കിംഗ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വശങ്ങളിലായിട്ട് ടേബിളും ഈ ഒരു ഭാഗത്തായിട്ട് മിറർ സ്റ്റാൻഡും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ് പോയിൻറ്റും ടേബിളിനടുത്തായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൂം AC അല്ല, ഫാനാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് സ്പേസുള്ളൊരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും അവർ ഈ ഒരു ബാത്റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ നീറ്റായിട്ടും ഡ്രൈ ആയിട്ടും ബാത്റൂമിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ബാൽക്കണി വ്യൂ ആണ്. അതായത് ആവശ്യത്തിന് നല്ല സ്പേസുള്ളൊരു ബാൽക്കണി അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയുള്ള ഈ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. അതിന് പുറമെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ബാണാസുര സാഗർ ഡാമിൻ്റെ ഒരു ഭാഗം കാണാം. അതായത് ബോട്ടിംഗ് ഒക്കെ നടത്തുന്ന ചെറിയ രീതിയിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റുള്ളൂ. 2 കോട്ടേജിനും ഇതേ വ്യൂ തന്നെയാണ് വരുന്നത്. നിങ്ങളിപ്പോൾ കപ്പിൾസൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റും. നല്ല പീസ്ഫുള്ളായിട്ടുള്ള സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. ഇവിടെ ചെറിയ കിളികളുടെയും ചെറിയ ആ ഒരു സൗണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് വേറെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. ഇനി അപ്പുറത്തെ കോട്ടേജും കൂടെയാണെന്ന് കാണിച്ചു തരാൻ പറ്റും. നമ്മൾ ആദ്യം കണ്ടിരിക്കുന്ന റൂം എങ്ങനെയാണോ അതേ ഫെസിലിറ്റീസ് തന്നെയാണ് 2ാമത്തെ ഈ ഒരു കോട്ടേജിലും കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഈ ഒരു ബാൽക്കണി വ്യൂ നിങ്ങൾക്ക് ആസ്വദിക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കണ്ട ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും. അതാണ് ഒരു ചെറിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ചെയറും കാര്യങ്ങളൊക്കെ ഒരു ബാൽക്കണിയിൽ കൊടുത്തിട്ടുണ്ട്. ഫാമിലി ആയാലും കപ്പിൾസ് ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ആണെങ്കിലും ശരി, ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്കൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് വരുന്ന എൻക്വയറീസിൽ ഭൂരിഭാഗവും ഇപ്പോൾ കപ്പിൾസ് ആണെങ്കിലും ശരി, ഫാമിലി ആണെങ്കിലും ശരി, അതേപോലെ തന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് ഇതേപോലെ മൗണ്ടെയിൻ വ്യൂ ഒക്കെ ഉള്ള നല്ല സൈലൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് പൂളുള്ള ഏതെങ്കിലും ലോ ബഡ്ജറ്റ് സ്റ്റേ ഉണ്ടോയെന്നാണ്. അത്തരത്തിലൊരു സ്റ്റേ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റേ ആണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഈ ഒരു 2 ബെഡ്റൂം പ്രൈവറ്റ് പൂൾ വില്ലയുടെ A to Z കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാത്തതിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റീവാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഇവിടെ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക. അപ്പോൾ ഇവിടെ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ മാക്സിമം ഒരു 7 മെമ്പേഴ്സും, ഇനി അതേപോലെ തന്നെ ബാച്ചിലേഴ്സ് ആയിട്ട് വരുവാണെങ്കിൽ ഒരു 6 മെമ്പേഴ്സ്, ഇനി കപ്പിളാണെങ്കിൽ 2 കപ്പിൾസ്. ഇതാണ് ഇവിടെ അവർ കൊടുത്തിരിക്കുന്ന ഒരു നമ്പർ ഓഫ് ഒക്യുപ്പൻസി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഞങ്ങൾക്ക് അയച്ചു തരിക. നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റും നിങ്ങൾ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്യുക. ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഇനി എടുത്തു പറയാനുള്ളൊരു മറ്റൊരു കാര്യം, നിങ്ങളുടെ കൂട്ടത്തിൽ ഇതേപോലെ ട്രാവലും അതേപോലെ ലോ ബഡ്ജറ്റ് സ്റ്റേ ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ വയനാട്ടിലെയും അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലെയും സെലക്ട് ചെയ്തിട്ടുള്ള റിസോർട്ടുകളുടെ റിവ്യൂസ് ഇതേപോലെ ഞങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.